അടുത്തത് നമുക്ക് പറയാനുള്ളത് ആൻറ്റിന പോളറൈസേഷൻ ആണ്. ആൻറ്റിന പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റേഡിയേറ്റഡ് ബൈ ദ ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റും മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റും ഉണ്ട്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റിൻ്റെ ഓറിയൻറ്റേഷൻ അതാണ് പോളറൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു ഇൻഡ്യൂസ് മാക്സിമം സിഗ്നൽ എനർജി അറ്റ് ദ റിസീവിംഗ് ആൻറ്റിന ദ പോളറൈസേഷൻ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആൻഡ് റിസീവിംഗ് ആൻറ്റിന മസ്റ്റ് ബി സെയിം. അപ്പോൾ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെയും റിസീവിംഗ് ആൻറ്റിനയുടെയും പോളറൈസേഷൻ സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് പോളറൈസേഷൻസ്: ലീനിയർ പോളറൈസേഷൻ, സർക്കുലർ പോളറൈസേഷൻ ആൻഡ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഓക്കെ, ആദ്യത്തെ വരുന്നത് ലീനിയർ പോളറൈസേഷൻ ആണ്. എന്താണ് ലീനിയർ പോളറൈസേഷൻ എന്ന് പറയുന്നത്? എ ടൈം ഹാർമോണിക് വേവ് ഈസ് ലീനിയർലി പോളറൈസ്ഡ് at a given point in space if the electric field vector at that point is always oriented along a straight line at every instant of the time, then it is called linear polarization. A time harmonic wave എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, അതെപ്പോഴാണ് ലീനിയർ പോളറൈസ്ഡ് ആണെന്ന് പറയുന്നത്, ലീനിയർലി പോളറൈസ്ഡ് ആണെന്ന് പറയുന്നത്? ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ അറ്റ് ദാറ്റ് പോയിന്റ്, നമ്മൾ ഏത് പോയിൻ്റാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഓറിയൻറ്റഡ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അലോങ് ആയിട്ടാണ് അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പോളറൈസേഷനെ നമ്മൾ പറയുന്നത് എന്താണ്? ലീനിയർ പോളറൈസേഷൻ എന്നാണ് പറയുന്നത്. കണ്ടീഷൻസ് നോക്കാം. ലീനിയർ പോളറൈസേഷൻ ആവാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീൽഡ് വെക്റ്റർ ഹാവ് ഓൺലി വൺ കമ്പോണൻറ്റ് ഓർ ദ ടു ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻറ്റ്സ് മസ്റ്റ് ബി ഇൻ ഫേസ് ഓർ ഔട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീൽഡ് വെക്റ്ററിന് ഒന്നുമില്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ 2 കമ്പോണൻറ്റ് ഉണ്ടാവണം. ആ 2 കമ്പോണൻറ്റ്സ് എങ്ങനെ വരണം? ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻറ്റ്സ് ആയിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി ഇൻ ഫേസ് ഓർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഓക്കെ, ദാറ്റ് ഈസ് ടൈം ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 കമ്പോണൻറ്റ്സ് ഡെൽറ്റ ഫൈ ഈക്വൽ ടു 5y മൈനസ് 5x ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് പൈ, ദാറ്റ് ഈസ് n പൈ, വേർ n ഈക്വൽ ടു 0, 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടെ ലീനിയർ പോളറൈസേഷനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് the field vector has only one component or the 2 orthogonal linear components. ഒന്നില്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓർത്തോഗണൽ കമ്പോണൻറ്റ്സ് ആയിരിക്കണം. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഇൻ ഫേസ് ഓർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഓക്കെ, ഇനി ലീനിയർ പോളറൈസേഷൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ ഫീൽഡ് വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ലൈ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഷുഡ് ബി അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. അതാണ് ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഫീൽഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറഞ്ഞ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അതിനകത്ത് 2 കമ്പോണൻറ്റ് ഉണ്ടായിരിക്കണം. ആ 2 കമ്പോണൻറ്റ് എന്തായിരിക്കും? 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? n പൈ ആയിരിക്കണം. അതല്ലെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇൻ ഫേസ് ആയിരിക്കണം. ഇൻ ഫേസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പോണൻറ്റും സെയിം ആയിരിക്കണം. അതായത് നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ E1 അടുത്ത കമ്പോണൻറ്റും ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. അതാണ് നമ്മൾ ഇൻ ഫേസ് ആവുക എന്ന് പറഞ്ഞത്. 2 കമ്പോണൻറ്റും ഒരേ ഫേസിലാവുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ സിംഗിൾ കമ്പോണൻറ്റ്. അതല്ലെങ്കിൽ 2 കമ്പോണൻറ്റ് ഉണ്ടായിരിക്കുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്. ഓക്കെ, E1 എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലീനിയർ പോളറൈസേഷൻ എന്ന് പറയുന്നത്? ലീനിയർ പോളറൈസേഷൻ എന്ന് പറയുന്നത് ടൈം ഹാർമോണിക് വേവ് ഈസ് ലീനിയർലി പോളറൈസ്ഡ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ സ്പേസ് ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഓൾവേസ് ഓറിയൻറ്റഡ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇനി അവിടെയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫീൽഡ് വെക്റ്റർ ഹാവ് ഓൺലി വൺ കോമ്പോണൻറ്റ് ഓർ 2 ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻറ്റ്സ് മസ്റ്റ് ബി ഇൻ ഫേസ് ഓർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ദെൻ ഫിഗർ വരയ്ക്കുക. ഈ കണ്ടീഷൻ എഴുതാം. ഡെൽറ്റ ഫൈ ഈക്വൽ ടു 5y മൈനസ് 5x ഈക്വൽ ടു n പൈ വേർ n ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര.
ദെൻ സെക്കൻഡ് പോളറൈസേഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ടൈപ്പ് ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് സർക്കുലർ പോളറൈസേഷൻ ആണ്. സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എ ടൈം ഹാർമോണിക് വേവ് ഈസ് സർക്കുലർലി പോളറൈസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ സ്പേസ് ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ അറ്റ് ദാറ്റ് പോയിന്റ് ട്രേസസ് എ സർക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ സർക്കുലർ പോളറൈസേഷൻ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ലീനിയർ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഓറിയൻറ്റ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ട്രേസസ് എ സർക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, ഇനി എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീൽഡ് മസ്റ്റ് ഹാവ് ടു ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻസ് ആൻഡ് ടു കമ്പോണൻസ് മസ്റ്റ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് EX0 ഈക്വൽ ടു EY0 വേർ EX0 ആൻഡ് EY0 has maximum magnitude along X and Y direction. Then two components must have a phase difference of odd multiples of 90 degree. Okay, delta phi equal to 5y minus 5x equal to എന്താണ്, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് പ്ലസ് 1/2 പ്ലസ് 2n ഇൻറ്റു പൈ where n equal to 0, 1, 2 etc. for clockwise direction and minus 1/2 plus 2n into pi for n equal to 0, 1, 2, 3 etc. for anti-clockwise direction. അതായത് നമ്മൾ സർക്കുലർ പോളറൈസേഷൻ ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയാനുള്ള കാര്യം തന്നെ എന്താ, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ട്രേസ് എ സർക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഇനി അവിടെ കണ്ടീഷൻസ് പറയുന്നത് നമ്മൾ ലീനിയറിൽ പറഞ്ഞതുപോലെ തന്നെ, ലീനിയറിൽ എന്താ പറഞ്ഞത്, പിന്നെ ഒന്നുമില്ലെങ്കിൽ ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രം ഉണ്ടാവണം, അതല്ലെങ്കിൽ രണ്ട് ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇൻ ഫേസ് ആയിരിക്കണം, 180 അല്ലെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കണം. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ മസ്റ്റ് ബി 2 ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻസ്, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കമ്പോണൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എലോങ് എക്സ് ഡയറക്ഷനിലുള്ളതിനെ EX0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു, എലോങ് വൈ ഡയറക്ഷനിലുള്ളതിനെ EY0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും എന്തായിരിക്കണം, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഓക്കെ, EX0 ഷുഡ് ബി ഈക്വൽ ടു EY0. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസ് വേണമെന്ന് പറഞ്ഞാൽ ആ രണ്ട് കമ്പോണൻസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെയും ഫേസ് ഡിഫറൻസിൻ്റെ ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു, 5y മൈനസ് 5x ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ ഐദർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആവാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആവാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഈ ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ എടുക്കുന്നുണ്ട്. ഇഫ് ദ ക്ലോക്ക് റൊട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഒരു സർക്കിൾ ട്രേസ് ചെയ്യണം എന്ന് പറഞ്ഞത്, ആ ട്രേസ് ചെയ്യുന്നത് ഐദർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്രേസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ട്രേസ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ട്രേസ് ചെയ്യാം അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ഡെൽറ്റ ഫൈയുടെ കണ്ടീഷൻ എന്താ, പ്ലസ് 1/2 ഇൻറ്റു 2n, അവിടെ ഒരു 2 ഉണ്ട്, 2n ഇൻറ്റു പൈ. ഓക്കെ, ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ഓഫ് 1/2 പ്ലസ് 2n ഇൻറ്റു പൈ. ഓക്കെ, ഇനി അതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഫിഗർ ഇതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ലീനിയറിൽ കാണിച്ചതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് എന്ന് പറയുന്നത് EX ഡയറക്ഷൻസ് EX, EY, ദെൻ EX അലോങ്ങുള്ള അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് EX0 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. EY ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് EY0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കമ്പോണൻസിൻ്റെയും വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കാം. EX0 ഷുഡ് ബി ഈക്വൽ ടു EY0. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു സർക്കിളായിട്ട് കിട്ടുള്ളൂ. അതായത് ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും അല്ലേ. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ E എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് കമ്പോണൻസ് ആണ് EX0യും EY0യും. അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഇതിവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചും ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആവാം. ഓക്കെ, ഇനി if the rotation of electric field is in the clockwise direction, then we will get a right-handed circularly polarized wave. Okay, right-handed circularly polarized. നമ്മൾ നേരത്തെ പറഞ്ഞു റൊട്ടേഷൻ രണ്ട് രീതിയിലാവാം,
സർക്കുലർ ക്ലോക്ക് ഡയറക്ഷനിലാവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവാം. ഇഫ് ദ റൊട്ടേഷൻ ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ വി വിൽ ഗെറ്റ് എ റൈറ്റ് ഹാൻഡഡ് സർക്കുലർലി പോളറൈസ്ഡ് വേവ്. ആൻഡ് ഇഫ് ദ റൊട്ടേഷൻ ഈസ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ വി വിൽ ഗെറ്റ് എ ലെഫ്റ്റ് ഹാൻഡഡ് സർക്കുലർലി പോളറൈസ്ഡ് വേവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർക്കുലർ പോളറൈസേഷനിൽ നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. എന്താണ് സർക്കുലർ പോളറൈസേഷൻ, ദെൻ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ 3 കണ്ടീഷൻസ് ഉണ്ടാവും, ദെൻ ഫിഗർ, ദെൻ അതിന് ശേഷം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഏത് ടൈപ്പ് പോളറൈസേഷനാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഏത് ടൈപ്പ് പോളറൈസേഷനാണ്. ഓക്കെ. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആണ്. എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ടൈം ഹാർമോണിക് വേവ് ഈസ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്, ദ ടൈം ഹാർമോണിക് വേവ് ഈസ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ഇഫ് ദ ടിപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ ട്രേസസ് ആൻ എലിപ്റ്റിക്കൽ ലോക്കസ് ഇൻ സ്പേസ്. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് ട്രേസ് ചെയ്യുന്നതെങ്കിൽ ദെൻ നമ്മളെന്താ പറയുന്നത്, അതിനെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നു. ഇനി ഇഫ് ദ റൊട്ടേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ വി വിൽ ഗെറ്റ് എ റൈറ്റ് ഹാൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ്. ഓക്കെ. ഇഫ് ദ റൊട്ടേഷൻ ഈസ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ വി വിൽ ഗെറ്റ് എ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലെഫ്റ്റ് ഹാൻഡഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ്. നേരത്തെ സർക്കുലർലി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ട്രേസ് ചെയ്യുന്ന ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ കണ്ടീഷൻസ് പറയുകയാണ്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഫീൽഡ് മസ്റ്റ് ഹാവ് 2 ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ സർക്കുലറിൽ പറഞ്ഞതുപോലെ തന്നെ 2 കമ്പോണൻസ് ഉണ്ടായിരിക്കണം, 2 ഓർത്തോഗണൽ ലീനിയർ കമ്പോണൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ 2 കമ്പോണൻസ് ക്യാൻ ബി ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്. ഇവിടെ സെയിം വിട്ടിട്ടില്ല കേട്ടോ, ഇവിടെ ഉണ്ടത് ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്. സെയിം മാഗ്നിറ്റ്യൂഡ് ആവാം, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആവാം. ഓക്കെ. ദാറ്റ് മീൻസ് EX0 ഈക്വൽ ടു EY0 ഓർ EX0 നോട്ട് ഈക്വൽ ടു EY0. 2 കേസും വരാം. സെയിം മാഗ്നിറ്റ്യൂഡ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആവാം. ഓക്കെ. ഇനി ആദ്യത്തെ നമ്മൾ എടുക്കുന്നത് ഇഫ് ദ 2 കമ്പോണൻസ് ആർ നോട്ട് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്. 2 കമ്പോണൻസും സെയിം മാഗ്നിറ്റ്യൂഡ് അല്ല എന്ന് വിചാരിക്കുക. സെയിം മാഗ്നിറ്റ്യൂഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എങ്ങനെ വരാം, ഐദർ ലീനിയർ പോളറൈസേഷൻ ആവാം, അതല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആവാം അല്ലേ. കാരണം ലീനിയറിൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതർ സിംഗിൾ കമ്പോണൻ്റ് ആവാം, അതല്ലെങ്കിൽ 2 കമ്പോണൻ്റ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 2 കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്ന് അവിടെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്ന് എവിടെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, സർക്കുലറിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല, 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് ഐദർ ലീനിയർ ആവാം, അതല്ലെങ്കിൽ ഏതാവാം, എലിപ്റ്റിക്കൽ ആവാം. അപ്പോൾ അത് എലിപ്റ്റിക്കൽ ആവണമെങ്കിൽ എന്താ ആവരുത്, ലീനിയർ ആവരുത്. അപ്പോൾ ലീനിയർ ആവരുതെങ്കിൽ എന്താവണം, ലീനിയറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. ലീനിയറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, ഫേസ് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, ലീനിയറിൻ്റെ ഫേസ് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി 0 ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 180 ഡിഗ്രി ആവണം എന്നായിരുന്നു. അപ്പോൾ അത് എലിപ്റ്റിക്കൽ ആവണമെങ്കിൽ എന്ത്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. ദാറ്റ് മീൻസ് എന്താണ്, ഇഫ് ദ 2 കമ്പോണൻസ് ആർ നോട്ട് ഓഫ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്, അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ലീനിയർ ആവാം, എലിപ്റ്റിക്കൽ ആവാം. എലിപ്റ്റിക്കൽ ആവണമെങ്കിൽ ഏതാവരുത്, ലീനിയർ ആവരുത്. ലീനിയർ ആവരുതെങ്കിൽ ലീനിയറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. ലീനിയറിൻ്റെ കണ്ടീഷൻ എന്താണ്, ലീനിയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി 0 ഡിഗ്രി ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 180 ഡിഗ്രി ആവണം. അപ്പോൾ എന്ത് ചെയ്യരുത്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. ദാറ്റ് ഈസ് ദ ടൈം ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 components must not be 0 degree or multiples of 180 degree. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2 കമ്പോണൻസും സെയിം മാഗ്നിറ്റ്യൂഡ് ആവാം അല്ലേ. സെയിം മാഗ്നിറ്റ്യൂഡ് ആയി കഴിഞ്ഞാൽ അതിന് ഒരു ഓപ്ഷൻ ഏതാണുള്ളത്, സർക്കുലറാണ് അല്ലേ. അപ്പോൾ സർക്കുലറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. അപ്പോൾ എന്താണ്, സർക്കുലറിൻ്റെ ഫേസ് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, ദ ടൈം ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 കമ്പോണൻസ് മസ്റ്റ് ബി എന്തായിരിക്കണം, മസ്റ്റ് ബി മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മസ്റ്റ് ബി മൾട്ടിപ്പിൾസ് ഓഫ് 90 ആയാൽ 2 കമ്പോണൻസ് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, മൾട്ടിപ്പിൾസ് ഓഫ് 90 ആണ് അതിൻ്റെ ഫേസ് ഡിഫറൻസ് എങ്കിൽ അത് ഏതിലോട്ട് പോകും, സർക്കുലർ ആവും. അപ്പോൾ
നമുക്ക് എലിപ്റ്റിക്കൽ ആവണമെങ്കിൽ എന്താണ് മസ്റ്റ് നോട്ട് ബി മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി. ഇവിടെ നോട്ട് ഉണ്ട്, മസ്റ്റ് നോട്ട് ബി മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി. അപ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, എയ്തർ ലീനിയർ ആവാം അതല്ലെങ്കിൽ സർക്കുലർ ആവാം. അപ്പോൾ ലീനിയർ ആവണമെങ്കിൽ രണ്ട് കമ്പോണൻസ് ഉള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവരുത്. പിന്നെ എന്ത് കണ്ടീഷനും കൂടിയും ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ, ഫേസ് ഡിഫറൻസിൽ ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി 0 ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 180 ഡിഗ്രി. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. അതുപോലെ തന്നെ രണ്ട് കമ്പോണൻസ് സെയിം മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഏത് പോസിബിലിറ്റീസ് ഉള്ളത്? ഐദർ സർക്കുലർ ആവാം അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ആവാം. എലിപ്റ്റിക്കൽ ആവണമെങ്കിൽ ഏതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്? സർക്കുലറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്. സർക്കുലറിൻ്റെ കണ്ടീഷൻ എന്താ? ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി എന്തായിരിക്കണം? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി. അതാണ് സർക്കുലറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. ദാറ്റ് മീൻസ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കമ്പോണൻസ് മസ്റ്റ് നോട്ട് ബി ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി. ഓക്കെ. ഇനി രണ്ട് ടൈപ്പ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ് ആണ് കാണിക്കുന്നത്. അതായത് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നുമല്ല. അതായത് ഒന്നാമത്തത് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആവുന്ന കേസ്, EX0 നോട്ട് ഈക്വൽ ടു EY0. അങ്ങനെയുള്ള എലിപ്സ് ആണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് EX0, ഇത് EY0. രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. ഓക്കെ. അടുത്ത് വരുന്നത് നിങ്ങൾക്ക് തോന്നാം രണ്ട് മാഗ്നിറ്റ്യൂഡും സെയിം വരുമ്പോൾ എങ്ങനെയാണ് എലിപ്റ്റിക്കൽ വരാമെന്നുള്ളത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുക. EX0യും EY0യും സെയിം ആണ് വരുന്നത്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് വരുന്നത്. ഇത് EX0, ഇത് EY0. രണ്ടും ഡിസ്റ്റൻസ് എടുത്ത് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെയിം ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് വരുന്നത്, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ്റെ കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പോളറൈസേഷൻ വരുന്നത്. അടുത്ത പാരാമീറ്റർ വരുന്നത് 9-ാമത്തെയാണോ 10-ാമത്തെ പാരാമീറ്റർ വരുന്നത് എഫക്റ്റീവ് അപ്പേർച്ചർ. ഓക്കെ, നമ്പർ 10 എഫക്റ്റീവ് അപ്പേർച്ചർ. കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട. എഫക്റ്റീവ് അപ്പേർച്ചർ എന്താണ്? എഫക്റ്റീവ് അപ്പേർച്ചർ ഓർ എഫക്റ്റീവ് ഏരിയ. ഇതിനെ എ സഫിക്സ് സ്മോൾ ഇ ആണിത്. ഇൻ ജനറൽ ദിസ് ടേം ഈസ് യൂസ്ഡ് ഇൻ റിലേഷൻ വിത്ത് ദ റിസീവിങ് ആൻറ്റിന. നമ്മൾ റിസീവിങ് ആൻറ്റിനയുടെ കേസിലാണ് ജനറലായിട്ട് എഫക്റ്റീവ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. എന്താണ് എഫക്റ്റീവ് അപ്പേർച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആൻറ്റിന ടു എക്സ്ട്രാക്ട് എനർജി ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, അതായത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു ആൻറ്റിനയുടെ കഴിവ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫക്റ്റീവ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹൗ മച്ച് പവർ ഈസ് ക്യാപ്ചേർഡ് ഫ്രം എ ഗിവൺ പ്ലെയിൻ വേവ്. അതും നമ്മൾ എന്ത് പറയാം? എഫക്റ്റീവ് അപ്പേർച്ചർ എന്ന് പറയും. എത്രമാത്രം പവർ ക്യാപ്ചർ ചെയ്യാൻ കഴിയും, വരുന്ന പ്ലെയിൻ വേവ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എത്രമാത്രം പവറിനെ ഒരു ആൻറ്റിനയ്ക്ക് റിസീവ് ചെയ്യാൻ കഴിയും, അതിനെ നമ്മൾ എന്ത് പറയും? എഫക്റ്റീവ് അപ്പേർച്ചർ എന്ന് പറയുന്നു. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എഫക്റ്റീവ് ഏരിയ. എഫക്റ്റീവ് അപ്പേർച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പവർ റിസീവ്ഡ് ഇൻ ദ ലോഡ് ടു ദ ആവറേജ് പവർ ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോയിന്റ്. ഓക്കെ, എഫക്റ്റീവ് അപ്പേർച്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ഈക്വൽ ടു അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? പവർ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിൽ റിസീവ് ചെയ്ത പവർ ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോയിന്റ്. ഇതിനെ നമ്മൾ എ ഈക്വൽ ടു പി റിസീവ്ഡ് ഡിവൈഡഡ് ബൈ പി ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ചില ടെക്സ്റ്റ് ബുക്കിൽ W ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഡെൻസിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിൻറ്റിംഗ് വെക്റ്റർ എന്ന് പറയാറുണ്ട്. പോയിൻറ്റിംഗ് വെക്റ്റർ ഓഫ് ഇൻസിഡൻറ്റ് വേവ്, അതായത് W ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞിട്ടും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണിക്കാറുണ്ട്. രണ്ടാണെങ്കിലും സെയിം ആണ്. ഓക്കെ, പി റിസീവ്ഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ W എന്ന് പറയുന്നത് പവർ റിസീവ്ഡ് ആണ്. പി ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് പവർ ഡെൻസിറ്റി ആണ് ഓർ പോയിൻറ്റിംഗ് വെക്റ്റർ ആണ്. ഓക്കെ. In other words, we can explain effective aperture as an area which extract energy from the electromagnetic wave out of the total area of the antenna. അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് അപ്പേർച്ചർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് എഫക്റ്റീവ് ഏരിയ എന്ന് പറയാൻ കാരണം?
It is an area which extracts energy from the electromagnetic wave out of the total area of the antenna. Okay. Hence, under maximum power transfer condition, the power received is maximum, hence the effective aperture is maximum. Okay. അപ്പോൾ എത്രമാത്രം പവർ റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എഫക്റ്റീവ് ഏരിയ കൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫക്റ്റീവ് അപ്പേർച്ചർ എന്ന് പറയുന്നത് എത്രമാത്രം പവർ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷനിൽ എന്തായിരിക്കണം? പവർ റിസീവ്ഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. ദാറ്റ് മീൻസ് എഫക്റ്റീവ് അപ്പേർച്ചർ വിൽ ബി ഓൾസോ മാക്സിമം. ഇനി കാൽക്കുലേഷൻസ്, ഇതിൻ്റെ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷനാണ് വരുന്നത്. നമുക്ക് എഫക്റ്റീവ് അപ്പേർച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ ഒരു ഹെഡ്സിയൻ ഡൈപോളാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഹെഡ്സിയൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനയിൽ വരുന്നതാണ് ഹെഡ്സിയൻ ഡൈപോൾ. മീൻസ് അതിനകത്തുള്ള പവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിലൂടെ പവർ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? യൂണിഫോം കറണ്ട് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ചെറിയ ഡൈപോൾ ആൻറ്റിന, അതിനെ പറയുന്നതാണ് ഹെഡ്സിയൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ when the Hertzian dipole is used as the receiving antenna, it extracts power from the incident wave and delivers it to the load producing voltage in it. നമുക്കറിയാം, ഒരു ആൻറ്റിന പവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആ പവറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് ലോഡിലോട്ട് ഡെലിവർ ചെയ്യുന്നു അല്ലേ? പ്രൊഡ്യൂസിങ് എ വോൾട്ടേജ് ഇൻ ഇറ്റ്. ആൻഡ് ദ ഇക്വലൻറ്റ് സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഇതാണ് ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ദ റിസീവിങ് ആൻറ്റിന. ഇവിടെ VOC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ദെൻ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ZL എന്ന് പറയുന്നത് എന്താണ്? ലോഡ് റെസിസ്റ്ററാണ്. മറ്റത് Z എന്ന് പറയുന്നത് ആൻറ്റിനയുടെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ആണ്. Z എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ഓഫ് ദ ആൻറ്റിന. ഓക്കെ. V എന്ന് പറയുന്നത് എന്താ? ഇക്വലൻറ്റ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദ ആൻറ്റിന. VOC എന്ന് പറയുന്നത് ഇക്വലൻറ്റ് വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ഇക്വലൻറ്റ് വോൾട്ടേജ് ഓർ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻറ്റിന ഈസ് ഗിവൺ ബൈ VOC ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E.dl ആണ്. വെർ E ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് E bar. E ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി produced at the receiving point, and dl is the length of the Hertzian dipole. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫക്റ്റീവ് അപ്പേർച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഹെഡ്സിയൻ ഡൈപോളാണ് കൺസിഡർ ചെയ്യുന്നത്, റിസീവിങ് ആൻറ്റിന ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് എക്സ്ട്രാക്ട്സ് പവർ ഫ്രം ദ ഇൻസിഡൻറ്റ് വേവ് ആൻഡ് delivers it to the load producing a voltage in it. Then receiving antenna equivalent circuit ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ VOC എന്ന് പറയുന്ന ഒരു വോൾട്ടേജ്, ഇക്വലൻറ്റ് വോൾട്ടേജ് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്ലൈഡ് ടു ദ ആൻറ്റിനയാണ് VOC എന്ന് പറയുന്നത്, ഇക്വലൻറ്റ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദ ആൻറ്റിന. Z എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ഓഫ് ദ ആൻറ്റിനയാണ്. ദെൻ ZL എന്ന് പറയുന്നത് ലോഡ് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ഓർ ടെർമിനൽ ലോഡ് ഇമ്പിഡൻസ് ആണ്, ടെർമിനേറ്റിംഗ് ലോഡ് ഇമ്പിഡൻസ് ആണ്. Then the voltage induced in antenna is given by VOC equal to magnitude of E dot dl, where E is the magnitude of the electric field intensity produced at the receiving point and dl is the length of the Hertzian dipole. Okay, then the current flowing the load. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? കറണ്ട് ഈക്വൽ ടു I ഈക്വൽ ടു V by R. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഇവിടെ R എന്ന് പറയുന്നത് അല്ലെങ്കിൽ V/Z. ഇവിടെ Z എന്ന് പറയുന്നത് രണ്ട് ഇമ്പിഡൻസുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? രണ്ട് ഇമ്പിഡൻസ് ഇൻ സീരീസ് ആണ്. ZL രണ്ട് ഇമ്പിഡൻസും സീരീസ് ആണ്. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇപ്പോൾ I എന്ന് പറയുന്നത് എന്തായിരിക്കും? V/Z ആയിരിക്കും. വേർ Z ഈക്വൽ ടു Z പ്ലസ് ZL. ഓക്കെ, അതാണ് ഇവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. I ഈക്വൽ ടു VOC ഡിവൈഡഡ് ബൈ Z പ്ലസ് ZL. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ, ലോഡ് ഈസ് സെലക്റ്റഡ് ആസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദ ആൻറ്റിന ഇമ്പിഡൻസ്. നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. ഇവിടെ ലോഡും
പിന്നെ ആൻറ്റിന ഇംപിഡൻസും എന്തായിരിക്കും? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ZL ഈസ് ഈക്വൽ ടു Z കോഞ്ചുഗേറ്റ്. അപ്പോൾ അതാണ് ആ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. Z എന്ന് പറയുന്നത് RAD, അതായത് റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്നാണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ക്യാപിറ്റൽ RAD മീൻസ് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്. അടുത്ത പാരാമീറ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. Z എന്ന് പറഞ്ഞാൽ R+JX. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കണം മറ്റത്. അപ്പോൾ R-JX, അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് ഇംപിഡൻസ് Z ആൻഡ് ZL, വി വിൽ ഗെറ്റ് I ഈക്വൽ ടു VOC ഡിവൈഡഡ് ബൈ Z എന്ന് പറഞ്ഞാൽ എന്താ? RRAD പ്ലസ് JX പ്ലസ് RRAD മൈനസ് JX, ദാറ്റ് മീൻസ് POC divided by 2RRAD. Then the power delivered to the load is given by PR. Power delivered to the load is given by P എന്ന് പറഞ്ഞാൽ എന്താ? IRMS square into RRAD. I square R. P equal to I square R. അതായത് ഇവിടെ I square RMS into ഇവിടുത്തെ R എന്ന് പറയുന്നത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് RRAD. ഓക്കെ, ദാറ്റ് ഈസ് I എന്താ കിട്ടിയത്? VOC ഡിവൈഡ് ബൈ 2RAD എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ VOC ഡിവൈഡ് ബൈ 2RRAD, റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്നാണ് RRAD. ചിലയിൽ R സഫിക്സ് സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞിട്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ. ഇനി ഇവിടെ RMS വാല്യൂ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ √2 എടുക്കണം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു RRAD. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? VOC സ്ക്വയർ ഇൻറ്റു 8RRAD. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നമുക്ക് VOCയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ VOCയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. VOC ഈസ് ഈക്വൽ ടു എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. VOC ഈക്വൽ ടു E⁻.dl എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ ഡെലിവേർഡ് ടു ദ ലോഡ് PR ഈക്വൽ ടു എന്ത് കിട്ടും? PR ഈക്വൽ ടു E സ്ക്വയർ, അതായത് VOC സ്ക്വയർ ആണ്. ദെർഫോർ E സ്ക്വയർ DL സ്ക്വയർ ഡിവൈഡ് ബൈ 8RRAD. The maximum effective aperture is given by AEM equal to maximum power received to average power density. That is PR maximum divided by P average. That is equal to PR maximum എന്ന് പറയുന്നത് എന്താ? E square DL square by 8RRAD. And average power of Hertzian dipole എന്ന് പറയുന്നത് half into E square divided by eta 0 ആണ്. അത് ഡെറിവേഷൻ ആണ്. അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് അത് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നമ്മൾ ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. AEM is equal to സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ DL സ്ക്വയർ eta 0 ഡിവൈഡ് ബൈ 4RAD. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത്. DL സ്ക്വയർ eta 0 ഡിവൈഡ് ബൈ 4RAD. ഇനി ഒരു ഹെഡ്സിയൻ ഡൈപോളിൻ്റെ RRADയുടെയും eta 0യുടെയും വാല്യൂസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. എഗെയിൻ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. അവിടെ eta 0 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 120 പൈ ആണ് eta 0 എന്ന് പറയുന്നത്. eta 0 ഈക്വൽ ടു എഫിഷ്യൻസിയാണ്. ദാറ്റ് ഈസ് 120 പൈ ആണ് വരുന്നത്. അതുപോലെ തന്നെ റേഡിയേഷൻ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 80 പൈ സ്ക്വയർ DL ബൈ ലാംഡ ഹോൾ സ്ക്വയർ. അതും നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു AEM ഈസ് ഈക്വൽ ടു 3 ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ 8 പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ. ഇതാണ് AEMൻ്റെ ഇക്വേഷൻ വരുന്നത് ഓഫ് എൻ ഹെഡ്സിയൻ ഡൈപോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫക്റ്റീവ് അപ്പേർച്ചർ ഡയറക്റ്റിവിറ്റി ഓർ ഗെയിൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? എഫക്റ്റീവ് അപ്പേർച്ചർ, ഡയറക്റ്റിവിറ്റി ആൻഡ് ഗെയിൻ. അതായത് പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. എഫക്റ്റീവ് അപ്പേർച്ചറോ അല്ലെങ്കിൽ ഡയറക്റ്റിവിറ്റിയോ തന്നിട്ട് തിരിച്ച് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻ. ഇതാണ് D ഈക്വൽ ടു 4 പൈ AE ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഓർ G ഈക്വൽ ടു 4 പൈ AE ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഇഫ് eta r ഈക്വൽ ടു 1. അതെന്തുകൊണ്ടാണ്?
ഗെയിനും ഡയറക്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിനും ഡയറക്റ്റിവിറ്റിയും. ഓക്കെ, അതെന്തായിരുന്നു? ഗെയിനും ഡയറക്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് G ഈക്വൽ ടു ഡി ഇൻറ്റു ഈറ്റ ആർ എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയേഷൻ എഫിഷ്യൻസി, ഗെയിന്, ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് G ഈക്വൽ ടു ഡി വരണമെന്നുണ്ടെങ്കിൽ ഈറ്റ ആർ ഈക്വൽ ടു 1 ആയിരിക്കണം, റേഡിയേഷൻ എഫിഷ്യൻസി 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്. പ്രൂഫ് നമ്മൾ 2 ആൻറ്റിനാസ് കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. കൺസിഡർ 2 ആൻറ്റിനാസ് വിച്ച് ആർ ആസ് arranged as shown in figure. Antenna 1 is considered as transmitter and antenna 2 is considered as receiver. Okay, antenna 1 is considered ചെയ്താണ് ഫിഗർ വരുന്നത്. 2 ആൻറ്റിനാസ്, ആൻറ്റിന 1ഉം ആൻറ്റിന 2യും. ആൻറ്റിന 1 ട്രാൻസ്മിറ്ററായിട്ട് നമ്മൾ ആദ്യത്തെ കേസിൽ അസ്യൂം ചെയ്യും. ആൻറ്റിന 2 റിസീവറായിട്ട് RX എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റിസീവിങ് ആൻറ്റിന ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാണിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ ക്യാപിറ്റൽ R. ഇനി ATM DT AR DR എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ATM ആൻഡ് ARM ആർ ദ എഫക്റ്റീവ് ഏരിയാസ് ഓഫ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. DT ഈസ് ദ ഡയറക്റ്റിവിറ്റി ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. DR ഈസ് ദ ഡയറക്റ്റിവിറ്റി ഓഫ് റിസീവിങ് ആൻറ്റിന. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ്, വി ആർ അസ്യൂമിങ് ദാറ്റ് A1 ഈസ് ദ ഐസോട്രോപിക് ആൻറ്റിന. ഐസോട്രോപിക് ആൻറ്റിന എന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇറ്റ് റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ. ഇറ്റ് റേഡിയേറ്റ്സ് പവർ ഡെൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് R വുഡ് ബി. അതിൻ്റെ റേഡിയേഷൻ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഐസോട്രോപിക് ആൻറ്റിനയുടെ WRAD ഈസ് ഈക്വൽ ടു PRAD ഡിവൈഡഡ് ബൈ 4πr² എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. വെർ PRAD ഈസ് ദ ടോട്ടൽ പവർ റേഡിയേറ്റഡ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഡയറക്റ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻറ്റിന, ആക്ച്വൽ പവർ ഡെൻസിറ്റി ട്രാൻസ്മിറ്റഡ് ക്യാൻ ബി റിട്ടൺ ആസ് WT ഈസ് ഈക്വൽ ടു WRAD ഇൻറ്റു DT. നമുക്കറിയാം, ഒരു ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് റേഡിയേറ്റ്സ് മാക്സിമം ഇൻ അവർ ഡിസൈർഡ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ആക്ച്വൽ പവർ ഡെൻസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് WT ഇസ് ഈക്വൽ ടു WRAD ഇൻറ്റു എന്താണ് DT. അതായത് അതിൻ്റെ ഡയറക്റ്റിവിറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് WT. WT എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ആക്ച്വൽ പവർ ഡെൻസിറ്റിയാണ്, ഓർ ആക്ച്വൽ പവർ ഡെൻസിറ്റി ട്രാൻസ്മിറ്റഡ്. WT ഇസ് ഈക്വൽ ടു PRAD. WRADയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി. PRAD ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു DT. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. The power collected by the receiving antenna and transferred to the load is given by P received is equal to എന്താണ്? P received is equal to WT into AT. ഓക്കെ, WT into AR ആണ്. WT into AR നമ്മൾ റിസീവിങ് ആൻറ്റിനയല്ല പറയുന്നത്. അപ്പോൾ റിസീവിങ് ആൻറ്റിനയുടെ എഫക്റ്റീവ് ഓപ്പോസിറ്റ് പവർ കളക്റ്റഡ് ബൈ ദ റിസീവിങ് ആൻറ്റിനയാണെന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ്ഫർ ടു ദ ലോഡ് എന്ന് പറയുന്നത് അവിടെ കിട്ടിയ പവർ ഇൻറ്റു എന്താണ്? AR, അതിൻ്റെ എഫക്റ്റീവ് അപ്പേഴ്സർ. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ മുന്നേ എഫക്റ്റീവ് അപ്പേഴ്സറിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AE ഈസ് ഈക്വൽ ടു പവർ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ എന്താണ്? പവർ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ആവറേജ് പവർ ഡെൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. P ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ P ആവറേജിൻ്റെ സ്ഥാനത്ത് എന്താണ്? WT. ട്രാൻസ്മിറ്റ് ചെയ്ത പവർ ആണല്ലോ ഇവിടുത്തെ അവിടെ വരുന്ന പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസിഡൻറ്റ് വേവ്, അതായത് ആവറേജ് പവർ ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ്. ഇവിടെ ആവറേജ് പവർ ഓഫ് ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത് എന്താണ്? WT ആണ്. പവർ റിസീവ്ഡ് എന്ന് പറയുന്നത് P റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തു. അതിനകത്തുനിന്ന് പവർ റിസീവ്ഡിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? AE ഇൻറ്റു എന്ത്? P ആവറേജ് പവർ ഡെൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ്. ദാറ്റ് ഈസ് ഈ കേസിൽ എന്ത് വരും? WT ഇൻറ്റു AR എന്ന് വരും. അത്രയേ ഉള്ളൂ. ദെർഫോർ P റിസീവ്ഡ് ഇസ് ഈക്വൽ ടു PRAD ഡിവൈഡഡ് ബൈ WTക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. WT നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു. PRAD ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു DT ഇൻറ്റു AR. ദാറ്റ് ഈസ് DT ഇൻറ്റു AR ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. P റിസീവ്ഡ് ഇൻറ്റു 4πr² ഡിവൈഡഡ് ബൈ PRAD. അത് ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റിന 1നെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിട്ട് എടുത്തു, ആൻറ്റിന 2നെ റിസീവിങ് ആൻറ്റിന ആയിട്ട് എടുത്തു. ദെൻ ഇവിടെ എന്തൊക്കെയാണ് എഴുതിയത്?
ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയായിട്ട് എടുത്തു, അത് ഐസോട്രോപ്പിക് ആൻറ്റിനയാണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയേറ്റഡ് പവർ ഡെൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് PRAD ഡിവൈഡ് ബൈ 4πr² ആണ്. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഐസോട്രോപ്പിക് ആൻറ്റിന എന്ന് പറഞ്ഞെടുത്ത് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. റേഡിയേറ്റഡ് പവർ ഡെൻസിറ്റി ഓഫ് ഐസോട്രോപ്പിക് ആൻറ്റിന WRAD = PRAD ഡിവൈഡ് ബൈ 4πr². ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റഡ് പവർ, ആക്ച്വൽ പവർ ഡെൻസിറ്റി ട്രാൻസ്മിറ്റഡ് ക്യാൻ ബി റിട്ടൺ ആസ് WT = എന്തും കൂടി വേണം, അവിടെ ഡയറക്റ്റിവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും കൂടി വേണം. ദാറ്റ് ഈസ് WRAD × DT. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ WT = PRAD ഡിവൈഡ് ബൈ 4πr² × DT എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ റിസീവിങ് ആൻറ്റിനയുടെ കേസ് എടുക്കുക. റിസീവിങ് ആൻറ്റിന കളക്ട് ചെയ്ത പവർ പവർ കളക്റ്റഡ് ബൈ ദ റിസീവിങ് ആൻറ്റിന നമുക്ക് എങ്ങനെ എഴുതാം, P received = WT × AR, അതായത് എഫക്റ്റീവ് അപ്പേഴ്സിൻ്റെ ടേമിൽ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമുക്ക് AE = എഫക്റ്റീവ് അപ്പേഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ AE = പവർ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഡെൻസിറ്റി ഓഫ് ദ പ്ലെയിൻ വേവ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതാണ് ഇക്വേഷൻ വരുന്നത്. P ആവറേജ്, ഇവിടെ P ആവറേജ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ്, ആവറേജ് പവർ ഡെൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്തത് അതാണ് ഇങ്ങോട്ട് റിസീവർ സൈഡിലോട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ എങ്ങനെ വരും, AEയുടെ സ്ഥാനത്ത് AR വരും, കാരണം നമ്മൾ റിസീവിങ് ആൻറ്റിനയാണ് എടുക്കുന്നത്. P ആവറേജിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, WT എന്ന് വരും. ഓക്കെ, ദാറ്റ് മീൻസ് P received = WTക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനകത്ത് നിന്ന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, DT × AR = എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കേസിൽ ആൻറ്റിന 2 ഈസ് യൂസ്ഡ് ആസ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആൻഡ് ആൻറ്റിന 1 ഈസ് റിസീവിങ് ആൻറ്റിന. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇതിൽ നേരെ തിരിച്ച് DTയുടെ സ്ഥാനത്ത് DR എന്ന് എഴുതാം, ARൻ്റെ സ്ഥാനത്ത് AT എന്ന് എഴുതാം. ദാറ്റ് ഈസ് = P received × 4πr² ഡിവൈഡ് ബൈ PRAD. വേറൊന്നും വ്യത്യാസം വരുന്നില്ല. ഓക്കെ, R എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, P received എന്ന് പറയുന്നത് റിസീവ്ഡ് പവർ തന്നെയാണ്, PRAD എന്ന് പറഞ്ഞാൽ റേഡിയേറ്റഡ് പവർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ആൻറ്റിനയുടെ പാരാമീറ്റേഴ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. ഫ്രം ദിസ് വി വിൽ ഗെറ്റ് DT × AR = DR × AT or DT by DR = AT by AR. Okay, from equation number 5 we have directivity and effective aperture are directly proportional. That is D0T divided by ATM is equal to DOR divided by D0R divided by ARM. D0T എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഡയറക്റ്റിവിറ്റി ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. D0R എന്ന് പറയുന്നത് മാക്സിമം ഡയറക്റ്റിവിറ്റി ഓഫ് റിസീവിംഗ് ആൻറ്റിന. ATM എന്ന് പറയുന്നത് മാക്സിമം എഫക്റ്റീവ് ഏരിയ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. ARM എന്ന് പറയുന്നത് മാക്സിമം എഫക്റ്റീവ് ഏരിയ ഓഫ് റിസീവിംഗ് ആൻറ്റിന. If A1 is isotropic, then maximum directivity of isotropic antenna is equal to 1. നമ്മൾ ആദ്യം അസംഷൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻറ്റിന എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് എന്താണ്, ഐസോട്രോപ്പിക് ആൻറ്റിന ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഡയറക്റ്റിവിറ്റി എന്താണ്, 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ATM is equal to ഇവിടുന്ന് DOT = 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ATM = ARM divided by DOR. ഓക്കെ, ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്സിയൻ ഡൈപോളിൻ്റെ കേസ്. ഹെഡ്സിയൻ ഡൈപോളിൻ്റെ കേസിൽ AEM = നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. AEM എന്തായിരുന്നു ഇക്വേഷൻ, AM = 1.5 × λ², 1.5 × λ² / 4π പറഞ്ഞ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 1.5 × λ² / 4π. അത് തന്നെയാണ് ഈ 0.199 λ² എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഹെഡ്സിയൻ ഡൈപോളിൻ്റെ കേസിൽ മാക്സിമം ഡയറക്റ്റിവിറ്റി ഈസ് 1.5. ദെർഫോർ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ATM = അതായത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ATM = എന്ത് കിട്ടും, ATM = λ² / 4π എന്ന് കിട്ടും. ഓക്കെ, ATM എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ മാക്സിമം എന്താണ്, എഫക്റ്റീവ് അപ്പേർച്ചർ. ഓക്കെ, അത് നമ്മൾ ഐസോട്രോപ്പിക് ആൻറ്റിന ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം എഫക്റ്റീവ് അപ്പേർച്ചർ എന്ത് കിട്ടും, λ² / 4π എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതും, AEM = എന്താണ്, λ² / 4π × DM. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം. ARM = അതായത് നമ്മൾ റിസീവിങ് ആൻറ്റിനയുടെ കേസാണ്. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഐസോട്രോപ്പിക് ആൻറ്റിനയാണ് അല്ലേ. റിസീവിങ് ആൻറ്റിനയുടെയാണ് നമ്മൾ എഫക്റ്റീവ് അപ്പേർച്ചർ എടുക്കേണ്ടത്. അതിന് നമ്മൾ ഇക്വേഷൻ എന്താ, ARM ആണ്. ARM = എന്താ, ATM ×
D0R ആണ് അല്ലേ. അപ്പോൾ ATM നമുക്ക് കിട്ടി. അതായത് ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, നമ്മളെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന അല്ലെങ്കിൽ ഐസോട്രോപിക് ആൻറ്റിനയുടെ മാക്സിമം എഫക്റ്റീവ് അപ്പേർച്ചർ ഈക്വൽ ടു λ²/4π കിട്ടി. അതിൻ്റെ DOR ഇസ് ഈക്വൽ ടു ജനറൽ D0 എന്ന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ DM എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ കിട്ടി. അതായത് റിസീവിങ് ആൻറ്റിനയുടെ എഫക്റ്റീവ് അപ്പേർച്ചർ AEM മാക്സിമം എഫക്റ്റീവ് അപ്പേർച്ചർ ഇസ് ഈക്വൽ ടു λ²/4π ഇൻറ്റു DM മാക്സിമം ഡയറക്റ്റിവിറ്റി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്.